ഈ ജപമാല പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് ഈ വഴി കടന്നു പോന്നപ്പോൾ പറയാൻ കാത്തുവച്ചിരുന്ന ഒരുങ്ങി വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ വിസ്മരിച്ചിട്ട് ടാബ്ലോ ആയിട്ടാണെങ്കിൽ പോലും ഈ സഹോദരിമാർ നമ്മളുടെ സിസ്റ്റർ വന്ദനയുടെയും സിസ്റ്റർ പ്രീതിയുടെയും ദുഃഖത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടിൽ പങ്കുചേർന്നുകൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച ഒരു കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു നിൽക്കുന്ന ഇവരുടെ മുഖത്തേക്ക് മാത്രം നോക്കിയായിരുന്നു എന്റെ യാത്ര. ആ സമയത്ത് എന്റെ ഉള്ളിൽ തോന്നിയ ഒരു വികാരം എന്ന് പറയുന്നത്, അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ ജയിലിൽ കിടക്കാൻ ഞങ്ങൾക്ക് മടിയില്ല, സഹനങ്ങളിൽ അപ്പുറമാണെങ്കിലും ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഞങ്ങളെ വിളിച്ചവൻ ജയിലിൽ കിടന്നവനാണ്. ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തിന് രൂപം നൽകുവാൻ തങ്ങളുടെ രക്തവും വെള്ളവും മുഴുവൻ ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒഴുക്കി തീർത്ത അപ്പസ്തലന്മാരും ആദ്യകാല ക്രൈസ്തവ സഹോദരങ്ങളും ഞങ്ങളുടെ മുൻപിൽ മാതൃകയായുണ്ട്. പ്രിയപ്പെട്ട സിസ്റ്റർ വന്ദനയ്ക്കും സിസ്റ്റർ പ്രീതിക്കും ഞങ്ങളുടെ ഐക്യദാർഢ്യവും നിങ്ങളുടെ സഹനത്തിലുള്ള ഞങ്ങളുടെ ആത്മാവിലുള്ള പങ്കുചേരുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പും ഞങ്ങൾ ഈ സമയം ഇത്രയും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഐക്യദാർഢ്യം നിങ്ങൾക്ക് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂലൈ 25 കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നൊരാഴ്ചയായി നമ്മുടെ കേരളം ഉണർന്നത് 2 വാർത്തകൾ കേട്ടുകൊണ്ടാണ്. ഒന്നാമത്തെ വാർത്ത രാവിലെ തന്നെ വന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതനായ കുപ്രസിദ്ധനായ ഗോവിന്ദസ്വാമി കണ്ണൂർ സെൻട്രൽ ജയിൽ, അതീവ സുരക്ഷിതത്വമുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിക്കടന്നു. ആ വാർത്ത വന്ന് നമ്മളെല്ലാം അന്താളിച്ചിരിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത വാർത്ത വന്നു. 10:06 എന്റെ ഫോണിൽ മെസ്സേജ് വന്നു, ഗോവിന്ദസ്വാമി പിടിയും. നമുക്കൊക്കെ സമാധാനമായി. എങ്കിലും നമ്മളെല്ലാം ഒന്ന് അങ്കലാപ്പിലായ സമയമായിരുന്നു. ഇവിടെ കണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കിണറ്റിൽ ഗോവിന്ദസ്വാമി ഉണ്ട് എന്നറിഞ്ഞ് എല്ലാവരും കൂടി വന്ന് പോലീസുകാര് അവനെ പിടിച്ചു കയറ്റിയ സമയത്ത് ഈ ഗോവിന്ദസ്വാമിയെ കയറി വന്ന സമയത്ത് ഒരു മനുഷ്യൻ തല്ലാനായിരുന്നു. അപ്പോൾ പോലീസുകാരെ വിളിച്ചു പറയുന്നുണ്ട്, തല്ലലേ 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 എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതേസമയം ഈ ഗോവിന്ദസ്വാമി അവന്റെ കൈയില്ലാത്ത ആ ഒരു കൈപ്പത്തി കുറഞ്ഞു പോയ കൈകൊണ്ട് വീശി പോലീസുകാരെ അടിക്കുകയും കടിക്കുകയും മാമ്പുകയും ഒക്കെ ചെയ്തു എന്ന് പിറ്റേ ദിവസം പത്രങ്ങളിൽ നാം വായിക്കുകയുണ്ടായി. നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഗോവിന്ദസ്വാമിയെ പിടികൂടിയ പോലീസുകാർക്ക് നാട്ടുകാർ ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം, ഉടനടി അത് പോലീസിനെ അറിയിച്ച് നിയമത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ വാർത്ത, അതേ ദിവസം തന്നെ ഏകദേശം ഒരു 10:30 ഉച്ചയോടുകൂടിയാണ് ഛത്തീസ്ഗഡിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ 2 മലയാളി സന്യാസിനികൾ അറസ്റ്റിലായി എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിന്റെ വാർത്തകളിലേക്ക് തിരിഞ്ഞപ്പോൾ മനസ്സിലായത്, ഇവരുടെ ടിക്കറ്റ് പരിശോധിച്ച സമയത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്ന് കാണുകയും ഈ കുട്ടികൾ പകർന്നത് കണ്ടപ്പോൾ സംശയം തോന്നി ഉടനെ തന്നെ അറിയിച്ചത് ആ പ്രദേശത്തെ മത സംഘടന നേതാക്കളെ, ബജ്രംഗദൾ പ്രവർത്തകരെയാണ്. ഇവിടെ മുതലാണ് കഥ മാറുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാജ്യത്ത് കൃത്യമായ നിയമവ്യവസ്ഥ നിലവിലിരിക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആവശ്യപ്രകാരമോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമോ ഇഷ്ടപ്രകാരമോ 2 വ്യക്തികളെ ജയിലിലടയ്ക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ള നമ്മളുടെ വിശ്വാസത്തിന് ബദൽ സംഭവിച്ചിട്ട് ഇന്നൊരാഴ്ച പിന്നിട്ടു. ഇവിടെ ഇരിക്കുന്നവർക്കും എനിക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കും കൃത്യമായി അറിയാം, ഈ സഹോദരിമാർ യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് ജയിലിനുള്ളിൽ ഇപ്പോഴും കഴിയുന്നത്. ഞാൻ പരിശോധിച്ചു. അതിനുശേഷം നമ്മൾ പകച്ചുപോയ മറ്റൊരു കാര്യം, ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ ലൊക്കാലിറ്റിയുടെ ബജ്രംഗദൾ പ്രവർത്തകരുടെ ലോക്കൽ ലീഡറായ ആ സ്ത്രീ ഇവരോട് ചോദിക്കുന്നവർ, ഇവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വിദേശി. നിങ്ങളൊക്കെ വിദേശത്തുനിന്ന് വന്ന് ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾ പണിക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ആഗ്രയിലൊന്നും ആരെയും കിട്ടിയില്ലേ? ഞാൻ ഇറക്കുന്ന ആൾക്കാരെ ചോദിച്ചു ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശോധിച്ചു. ഗൂഗിൾ പറയുന്നത് സത്യമാണ്.
ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അവർ ഇന്ന് അവരോട് ചോദിച്ചെങ്കിൽ നാളെ നമ്മളുടെ നേരെ നോക്കിയും ഈ ചോദ്യം ആവർത്തിച്ചാൽ അതിനുത്തരം കൊടുക്കാൻ നമ്മൾ ജാഗരൂകരായിരിക്കണം. ഈ ജാഗരൂകതയ്ക്ക് വേണ്ടി, അതിനെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇന്നിവിടെ ഇങ്ങനെയൊരു യോഗം നമ്മൾ ഒന്നിച്ചിരുന്നിരിക്കുന്നത്. ഇതില് വിഷയ അവതരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും വിഷയം എല്ലാവർക്കും അറിയാം. കൃത്യമായി പരിശോധിച്ചാൽ വിഷയ അവതരണത്തെ കുറിച്ച് ഇവിടെ അഭിനന്ദി പിതാവും സ്വാഗതം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ഒക്കെ നമ്മളോട് പറയുകയുണ്ടായി. ഇനി എനിക്ക് പറയാനുള്ളത്, ഇവരുടെ മേൽ ചാർത്തിയ 2 കുറ്റം: നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും. നമുക്കറിയാം, ഈ കഴിഞ്ഞ 30-ാം തീയതി മിനിഞ്ഞാന്ന് ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഡേ ആയിരുന്നു. അന്ന് കേരള കത്തോലിക്ക സഭയിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 46,000 മനുഷ്യക്കടത്തിന് ഇരയായ വ്യക്തികളെയാണ് ഈ കത്തോലിക്ക സഭ അമൃത് എന്ന പേരുള്ള ഒരു സംഘടനയുമായി ചേർന്നത്. കത്തോലിക്ക സഭയുടെ സന്യസ്തരായ അഡ്വക്കേറ്റ് ആയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന സംഘടന അമൃതിന്റെ നേതൃത്വത്തിൽ 46,000 മനുഷ്യക്കടത്തിന് ഇരയായ വ്യക്തികളെയാണ് റെസ്ക്യൂ ചെയ്ത് വിവിധ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അന്നേ ദിവസം തന്നെ ഇവർക്ക് ജാമ്യം നിഷേധിച്ചു. ഇതേ കുറ്റം ചുമത്തി ആർക്കു വേണ്ടി നിൽക്കുന്നുവോ അവർക്കെതിരായി അതേ കുറ്റം ചുമത്തി 2 സമർപ്പിതർ അവർ ജയിലിൽ കഴിയുകയാണ്. എന്താണ് മതപരിവർത്തനം? ഈ കൺവേർഷൻ അല്ലെങ്കിൽ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരാളുടെ സമ്മതമോ അറിവോ കൂടാതെ നിർബന്ധിച്ച് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി മറ്റൊരു പ്രത്യയ ശാസ്ത്രത്തിൽ മറ്റൊരു മതത്തിൽ വിശ്വസിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ് മതപരിവർത്തനം. ഇവിടെ കൃത്യമായിട്ട് ഈ പെൺകുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ആരുടെയും സമ്മതം കൂടാതെ, ആരുടെയും പ്രേരണ കൂടാതെയോ അല്ലെങ്കിൽ നിർബന്ധം കൂടാതെയോ ആണ്, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് ജോലിക്ക് പോയതെന്നും ഞങ്ങൾ വർഷങ്ങളായി ക്രൈസ്തവ വിശ്വാസം പിന്തുടരുന്ന വ്യക്തികളാണെന്നും പറയുന്നുണ്ട്. പിന്നെ ആർക്കാണ് പ്രശ്നം? അതുപോലെ തന്നെ എന്താണ് മനുഷ്യക്കടത്ത്? മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത്, പ്രത്യേകിച്ച് ഏതെങ്കിലും ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടോ മനുഷ്യരെ കടത്തിക്കൊണ്ടു പോകുന്ന, അടിമകളായിട്ടോ ഒക്കെ കടത്തിക്കൊണ്ടു പോകുന്നതിനാണ് ഇത്തരത്തിലുള്ള രഹസ്യമായി മനുഷ്യനെ കടത്തിക്കൊണ്ടു പോകുന്നതിനാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ രഹസ്യമായിട്ടാണ് സന്യസ്ത്രീ കുട്ടികളെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ അവർക്ക് റെയിൽവേ സ്റ്റേഷൻ വേണമായിരുന്നില്ല. അവർക്ക് ഭൂഗർഭപാതം നിർമ്മിച്ച് അവർക്ക് കൊണ്ടുപോയി കൂടായിരുന്നു. എല്ലാവരുടെയും കൺമുൻപിൽ കൃത്യമായ രേഖകളോടും ആധാർ കാർഡും ഇവരുടെ മാതാപിതാക്കളുടെ സമ്മതപത്രത്തിന് സമ്മതപത്രവും അതുപോലെ തന്നെ മറ്റെല്ലാ ക്രയവിക്രയങ്ങളും കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സഹോദരിമാർ അവരോടൊപ്പം യാത്ര ചെയ്തത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അന്യായമല്ല. ഇവിടെ ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത്